മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ കാണാം. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് എന്ന എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വചനമുണ്ട്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യത്തിഹി. തത്തുല്യമായ വേറെയും ധാരാളം വചനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അത് അവനിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതും ആർക്കെങ്കിലും അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ അള്ളാഹു അവനെ സഹായിക്കുന്നതുമാണ് എന്നറിയിക്കുന്ന മറ്റൊരു വചനമുണ്ട്. ഇങ്ങനെ അമ്പിയാക്കളിൽ പരിശോധിച്ചാൽ രാജാക്കന്മാരും രാജാക്കന്മാരുടെ മക്കളൊക്കെ നബിമാരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പ താറഹ് എന്ന് പറയുന്ന ആൾ രാജാവായിരുന്നു എന്ന് താരീഖിലുണ്ട്. ലോകം അടക്കി ഭരിച്ച 4 രാജാക്കന്മാരിൽ 2 ആളുകൾ മുസ്ലിങ്ങളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായിരുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവായിരുന്നു. ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാരുടെയും പ്രധാനികളുടെയും താരീഖുകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ രാജാധികാരത്തിൻ്റെ മേലറിയിക്കുന്ന വചനങ്ങൾ, ഒന്നവൻ അസീസാണ് എന്നതും മറ്റൊന്നവൻ മാലിക്കാണ് എന്നതും മൂന്നാമത്തേത് അവൻ റബ്ബാണ് എന്നതുമാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ അർഹൻ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട്? അതിന് 3 ഉത്തരമാണുള്ളത്. 1, അള്ളാഹു നമ്മുടെ ഖാലിഖാണ്. 2, അള്ളാഹു നമ്മുടെ റാസിഖാണ്. 3, അള്ളാഹു നമ്മുടെ മാലിക്കാണ്. അള്ളാഹു നമ്മുടെ മാലിക്കാണ്, ഉടമസ്ഥനാണ്. ഇനി നമുക്ക് അതിലെന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇബാദത്ത് ചെയ്യാതിരിക്കാനൊന്നും നിർവാഹമില്ല. അള്ളാഹു നമ്മുടെ റാസിഖാണ്. എന്നാലും നമുക്ക് വേണ്ടമായിരുന്നും കിട്ടണില്ല എന്ന് തോന്നുകയാണെങ്കിലും ഇബാദത്ത് ചെയ്യാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ ഖാലിഖാണ്, അവൻ നമ്മുടെ സൃഷ്ടാവാണ്, അതുകൊണ്ട് അവനനുസരിച്ചേ പറ്റൂ എന്നതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, പ്രതാപം അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു. അവൻ മാലിക്കാണ് എന്നത് അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു. അവൻ റബ്ബാണ് എന്നത് അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു. അധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, ലോകത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗ്യത പറഞ്ഞപ്പോൾ അല്ലാഹു തആല പ്രധാനമായും പറയുന്നത് റഹ്മത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ യോഗ്യത പറയുമ്പോഴും കാര്യമായി പറയുന്നത് റഹ്മത്താണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്നതാണ്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് ത്വായിഫിലാണ്. സൗദി അറേബ്യയിലെ ത്വായിഫിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് എന്നാണ്. എന്തുകൊണ്ട് ത്വായിഫിൽ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിയ ആൾക്കാരാണ് ത്വായിഫുകാർ എന്നതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോ ചിതറിയ ധാരാളം ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അധികാരവും അതിൻ്റെ കയ്യേറ്റങ്ങളും അതിൻ്റെ കൈകാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ പാപ്പാനെ കുറിച്ച്. കണ്ണൂർ അറക്കൽ രാജകൊട്ടാരത്തിലെ മതകാര്യ ഉപദേഷ്ടാവാണ് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ
യാത്ര ചെയ്യാൻ കുതിരവണ്ടിയും മഞ്ചലും ഏർപ്പാട് ചെയ്തിരുന്നു കൊട്ടാരം വക. അതിനേക്കാൾ അത്ഭുതം, യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ദാഹിച്ചാൽ ഇളനീര് വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരം വകയായി തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ അധികാരത്തിൻ്റെ ഉടമയും കൂടിയാണ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. ടിപ്പു സുൽത്താനെ നമ്മളെപ്പോഴും പറയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇവിടെയൊക്കെ നമ്മളുടെ ഒരു മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഓല അങ്ങനെയൊക്കെ ആയി, എന്തുകൊണ്ട് അതൊക്കെ ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിനാണ് നമ്മൾ നിർബന്ധമായും ഉത്തരം കണ്ടെത്തേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആൾക്കാരെയും ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കണമല്ല. ഈ ലോകത്ത് മനുഷ്യന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേടിയെടുക്കാവുന്ന ഉന്നതികൾ. ഒന്ന് നുബുവത്താണ്, ഒന്ന് നബിയായിരിക്കുക എന്നുള്ളതാണ്, രണ്ടാമത്തേത് സയ്യിദായിരിക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് ആലിമായിരിക്കുക എന്നുള്ളതാണ്, നാലാമത്തേത് ആബിദായിരിക്കുക എന്നുള്ളതാണ്, അഞ്ചാമത്തേത് വലിയായിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം നബിയായിരിക്കുക എന്ന് പറഞ്ഞത് ആഗ്രഹിച്ചാലോ അധ്വാനിച്ചാലോ കിട്ടണമല്ല. ഒരാൾ 20,000 റക്അത്ത് സുന്നത്ത് സ്കരിച്ചിങ്ങാണ്ട് പഠിച്ചോനെ എന്നെ നബിയാക്കണേ എന്ന് തുറന്നാൽ കള്ളപ്രവാചകനെ ആവുള്ളൂ, ഒറിജിനൽ ആവില്ല. കാരണം അത് ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്നതല്ല, അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്, തെരഞ്ഞെടുപ്പാണ്. നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ അമ്പിയാക്കളായി സംവിധാനിക്കുന്നതാണ്. അതിൻ്റെ താഴെയുള്ള എല്ലാ കാര്യവും നമുക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതാണ്. ഒന്ന് സയ്യിദായിരിക്കുക, 2 ആലിമായിരിക്കുക, 3 വലിയായിരിക്കുക, 4 ആബിദായിരിക്കുക. ഇത് 4ഉം പ്രധാനപ്പെട്ട, 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ ആൾ. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല റളിയല്ലാഹു അൻഹു. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു അജ്മീർ മൊഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി എന്ന മഹാനുഭാവൻ. ഇങ്ങനെ 4ഉം ഒരുമിച്ച് കൂട്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മനുഷ്യന് ആത്മീയമായ ഉന്നതിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നമ്മളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പള്ളിയിൽ പ്രായം ചെന്ന മൊല്ലാക്കാരുണ്ടാവും. അധികം എല്ലാ നാടുകളിലും മുക്രിസ്ഥാനം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഖാദി സ്ഥാനം പാരമ്പര്യമായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഖത്തീബ് സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. മിക്കവാറും ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുക്രി സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നതാണ്. വാപ്പ മുക്രിയായിരുന്നു, വാപ്പ മരണപ്പെട്ടപ്പോൾ മൂത്ത മകൻ മുക്രിയായി, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ധാരാളം മുക്രിമാരുണ്ടാവും. മുക്രികാർക്ക് അങ്ങനെ പള്ളിയിൽ ബാങ്കൊക്കെ കൊടുക്കും, ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ മുക്രികാക്ക പെരേക്കൊന്ന് പോകും. അപ്പോൾ ഇങ്ങനെ കയ്യിലൊരു വടി ഉണ്ടാവും, ആ വടി ഇങ്ങനെ കുത്തിയിട്ട്, അമ്പിയാക്കളുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണെന്നാണ് വടി. 40 വയസ്സ് കഴിഞ്ഞാൽ നബിമാരെല്ലാവരും വടി ഉപയോഗിച്ചിരുന്നു എന്ന് താരീഖിലുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രപ്രസിദ്ധമായ വടി അനന്തരമായി ലഭിച്ചതാണ്. കല്യാണം കഴിച്ച് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് മഹർ കൊടുക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആടിനെ നോക്കൽ മഹറായി നിശ്ചയിച്ചു. അങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മോശനായ ഷുഐബ് നബി അലൈഹി ഇസ്ലാം തനിക്ക് മുൻകാല അമ്പിയാക്കളിൽ നിന്ന് പാരമ്പര്യമായി അനന്തരമായി വന്ന ഒരു വടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രപ്രസിദ്ധമായ വടി. ആ വടിയാണ് പിന്നെ ഫിറഔനിൻ്റെ ആളുകൾ സിഹിർ പണിയിലൂടെ പാമ്പുകളുണ്ടാക്കപ്പെട്ടെടുത്തതും നൈൽ നദി കടക്കാൻ വേണ്ടി നൈലിനെ അടിച്ചതും പാറക്കല്ലിനെ അടിച്ചതൊക്കെ ആ വടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിലെ പള്ളിയിലുള്ള മുക്രിമാർക്ക് ഒരു വടി ഉണ്ടാവും കുത്തിപ്പിടിക്കാനും. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ആ വടി കുത്തിയിട്ട് ഇങ്ങനെ പെരേക്ക് പോകുമ്പോൾ ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം കേട്ടാൽ പീടിയക്കൊലയുമ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കൊക്കെ അറിയും
മുക്രിക്കാക്ക പള്ളിക്കന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന്. പള്ളിക്കന്ന് മുക്രിക്കാക്ക ഇറങ്ങുമ്പോൾ തന്നെ അങ്ങാടിയിൽ പീഡിയക്കൊലയമേ ആ വലിയ ടൗസറൊക്കെ കാണിച്ച് മടക്കി കുത്തിയിരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റിക്കും. എന്നിട്ട് തുണിയൊക്കെ താത്തിയിട്ട് മുക്രി പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഇരിക്കുള്ളൂ. ഇന്ന് മുക്രിയല്ല മൂലേര് വരികയാണെങ്കിലും നീച്ചിക്കണില്ല. അപ്പം നമുക്ക് തോന്നുകയാണ് നാട്ടുകാരൊക്കെ ആകെ കേടുന്നു എന്ന്. സംഗതി അങ്ങനെയല്ല. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ്.